അസ്സലാമു അലൈക്കും. ഞാനിവിടെ ഒരു ബനാന ഫില്ലിംഗ് ബ്രെഡ് പുഡിങ്ങാണ് കാണിക്കുന്നത്. അതിനായി ബ്രെഡ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്ത് ചെറുതായി ഒന്ന് പരത്തിയിട്ട് അതിനുള്ളിലേക്ക് ഒരു റോബസ്റ്റ പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ ചെറുപഴം ആയാലും മതി, എന്തെങ്കിലും ഞാലിപ്പൂവൻ അങ്ങനത്തെ എന്തെങ്കിലും പഴം. റോബസ്റ്റ പഴത്തിൻ്റെ കൂടെ സ്വീറ്റായിട്ട് അതിൻ്റെ കൂടെ 2-3 ഡേറ്റ്സ് കൂടി എടുത്ത് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് ഇതിനുള്ളിൽ നമ്മൾ ജാമ് പുരട്ടുന്ന പുരട്ടി ഈ ബ്രെഡ് ഇങ്ങനെ ഇതിൽ കാണുന്ന മാതിരി ചുരുട്ടിയെടുക്കുക. എല്ലാ ബ്രെഡും അങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം ഒരു തവയിലേക്ക് കുറച്ച് ബട്ടർ തൂത്തിട്ട് എല്ലാ ബ്രെഡും വെച്ച് കൊടുത്ത് തിരിച്ച് മറിച്ച് വിട്ട് ചെറിയ തീയിൽ, സ്ലോ കുക്കിംഗ് ആയിട്ട് ചെറിയ തീയിൽ അത് തിരിച്ച് മറിച്ച് വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ ഒന്ന് ചെറുതായിട്ടും ഒരിച്ചെടുക്കുക. അത് ചെറിയ തീയിൽ വേണം വയ്ക്കാൻ, ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ആ ബട്ടറിലൊന്ന് സോട്ട് ചെയ്താൽ മതി, ചുറ്റും എടുത്തൊന്ന് സോട്ട് ചെയ്ത്. അതാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അനുസരിച്ചാണ് ബ്രെഡ് എടുക്കുന്നത്. ചെറിയ പാത്രമാണെങ്കിൽ അതനുസരിച്ച് 3-4 ബ്രെഡ് എടുത്താൽ മതി. നമ്മൾ എത്ര വലിപ്പമുള്ള പാത്രം എടുക്കുന്നതിനനുസരിച്ചാണ് വെക്കേണ്ടത്. ഇതെല്ലാം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുരിച്ചെടുത്തിട്ട് നമ്മൾ പാത്രത്തിൽ അടിയിലായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് മുകളിലൊഴിക്കാൻ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പാലിലേക്ക് കസ്റ്റാർഡ് പൗഡർ ഇട്ട് ഒരു കസ്റ്റാർഡ് ഉണ്ടാക്കി വയ്ക്കുക. അതിലേക്ക് മധുരത്തിന് കുറച്ച് പഞ്ചസാരയും ഇട്ടിട്ട് ഇളക്കി കസ്റ്റാർഡ് ഉണ്ടാക്കി വയ്ക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ഇപ്പം ചേർത്തത്. ആ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത ഈ കസ്റ്റാർഡ് ഈ രണ്ടാമത്തെ ലെയറായിട്ട് ഈ ബ്രെഡിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ഈ വീഡിയോ കാണുന്ന മാതിരി പുരട്ടി കൊടുക്കുക. നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ എടുക്കുന്ന പാത്രത്തിനനുസരിച്ച് അതിന് ചുറ്റും ശരിക്കും ബ്രെഡിൽ സോക്കാവാൻ പാകത്തിന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ മൂന്നാമത് ഇതിന് മുകളിലൊരു ലെയർ കൂടെ ഉണ്ട്. ആ ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീമും അതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി നന്നായിട്ട് കൈകൊണ്ട് നമ്മളൊരു സ്പൂൺ എടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതൊന്ന് അടിച്ചിട്ട് അത് ഒഴിച്ചാലും മതി. ഇപ്പോൾ ഫ്രഷ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കുമാണ്. അതിന് മുകളിൽ ഒരു ചെറിയ ലെയറായിട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മുടെ കയ്യിലുള്ള നട്ട്സൊക്കെ, ഞാനിപ്പോൾ ഇവിടെ ബദാം, കാഷ്യൂ ഉണ്ട്, ബദാമുണ്ട്, പിസ്തയുണ്ട്, എല്ലാം കട്ട് ചെയ്ത് അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്ത് ഇതെടുക്കുക. നല്ലൊരു ഡെസേർട്ടാണ്. നമുക്ക് ഈ ബനാനയുടെയൊക്കെ, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മറ്റേ ഇതാണ്, ആ ബനാനയുടെ എല്ലാം നല്ല ടേസ്റ്റ് കിട്ടും. റോബസ്റ്റ പഴമാണ് ഉപയോഗിച്ചേക്കണേ.